പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി വില കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഷയം, ആലയം വൃത്തിയാകാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആലയം എന്ന വിഷയം ഭയങ്കരമാണ്. ആലയത്തിൻ്റെ മനോഹരിത, ആലയത്തിൻ്റെ വൃത്തി, ആലയത്തിൽ വരുന്നവർ എങ്ങനെയായിരിക്കണം, എങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നടക്കൂ എന്ന നഗ്നസത്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് തടസ്സം നമ്മുടെ ആലയ വിശുദ്ധീകരണമില്ലായ്മയായിരിക്കാം. എനിക്കറിയാം, എൻ്റെ മുമ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദീർഘനാളുകൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഒത്തിരി ഉപവാസങ്ങൾ നടത്തുന്നവരാണ്. രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ ദൈവത്തിൻ്റെ തിരുപാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ കരയുന്ന ദൈവമക്കളാണ്. പക്ഷേ പല വിഷയങ്ങൾക്കും ഇന്നും നമുക്ക് മറുപടി കിട്ടിയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു വിഷയത്തിന്, ഒരു തകർച്ചയ്ക്ക് ഒരു കാരണമുണ്ട്. മറുപടി കിട്ടാത്തതിന് ഒരു കാരണമുണ്ട്. ആ കാരണം നമുക്ക് ഇന്ന് കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ 2025 ഈ പ്രാരംഭ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ വിഷയങ്ങളുടെ മേൽ മറുപടി തരിക തന്നെ ചെയ്യുമെന്നുള്ളത് ദൈവവചനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. നോക്കുക, പഴയ നിയമത്തിലെ ആലയങ്ങൾ. ഞാൻ ആലയത്തെക്കുറിച്ച് ആദ്യം ഞാൻ തന്നെ പറയാം. നമുക്കറിയാം, ശലോമോന്റെ ദേവാലയത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശുക്രിസ്തു ആ സമയത്ത് യാത്ര ചെയ്ത് താൻ കടന്നു വരുമ്പോൾ ആലയത്തിന്റെ മനോഹരിതയെക്കുറിച്ച് ശിഷ്യന്മാർ വളരെ സന്തോഷത്തോടുകൂടെ, ആനന്ദത്തോടുകൂടെ, അത്ഭുതകരമായി യേശുവിനോട് സംസാരിക്കുന്നു. യേശു ഒറ്റ വാക്ക് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരുന്നൊരു കാലം ദാണ്ട വരാൻ പോവുകയാണ്. ഇത് തീരെ ഇഷ്ടപ്പെടാത്തവരാണ് ശിഷ്യന്മാർ. കാരണം അവരുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആലയത്തെയാണ്. ആലയത്തിന്റെ മനോഹരിത, ആലയത്തിനകത്തുള്ള ഓരോ ക്രിയകളും കർമ്മങ്ങളും പുരോഹിതന്മാർക്കും വളരെ പ്രാധാന്യം കൊടുത്ത് കടന്നു പോകുന്നവരാണ് യഹൂദന്മാർ. എന്നാൽ ഇവിടെ യേശു ഇത് പറഞ്ഞപ്പോൾ പലർക്കും അത് രസിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. കാരണം യേശു പറയാനുള്ള കാര്യം, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് കേട്ടോ, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. 14-ാം വാക്യം, ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻ വാണിഭക്കാരെയും കണ്ടിട്ട് കയറ് കൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻ വാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാക്കളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ദൈവത്തെ ആരാധിക്കുന്ന ആലയത്തിനകത്ത് ഇപ്പോൾ പ്രാവ്, ആട്, കാള, പൊൻവാണിഭക്കാർ ഇത്യാദി ആൾക്കാരെ കൊണ്ട് നിറയുവാനിടെ കൊണ്ടുപോയി എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നത് എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. ആ വാക്ക് യേശു എവിടെ നിന്നാണ് എടുത്തത്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത്
പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണ് യേശു ക്രിസ്തു താൻ എടുത്ത് ഇവിടെ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ആലയത്തിനകത്ത് നടക്കേണ്ടത് പ്രാർത്ഥനയാണ്. മത്തായി സുവിശേഷം നാം പഠിക്കുമ്പോൾ യേശുവിനെല്ലാം പുറത്താക്കിയപ്പോൾ രോഗികൾ അവന്റെ അടുക്കൽ വന്നു. രണ്ടാമത്തെ കാര്യം, ഉടമ്പന്മാർ ചെകിടന്മാർ അവന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ പ്രാർത്ഥനാലയം എന്ന് പറയുന്നത് ജാതികൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം ജാതികളാണ്. ദൈവസന്നിധിയിൽ വരുവാൻ ദൈവം ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് പ്രാർത്ഥനാലയം. പക്ഷെ ഇന്ന് ആ പ്രാർത്ഥനാലയത്തിൽ നടക്കുന്നത് പ്രാർത്ഥനയല്ല. കാരണം എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അവിടെ യേശു വന്ന് നോക്കിയപ്പോൾ ഇവിടെ ബിസിനസ് നടക്കുകയാണ്. ആട് യാഗം നടത്താൻ വേണം, പ്രാവ് യാഗം നടത്താൻ വേണം, കാള ആട് യാഗം നടത്താൻ വേണം. പക്ഷേ വ്യവസ്ഥ തെറ്റിയാണ് ഇവിടെ യാഗത്തിന് വേണ്ടി സാധനങ്ങൾ ഇരിക്കുന്നത്. ഇത് സത്യത്തിൽ അതിനകത്ത് നടക്കുന്നത് പൊൻവാണിഭക്കാർ നടക്കുന്നു, ബിസിനസ്സുകൾ നടക്കുക. അപ്പോൾ ഒരു ആലയത്തിനകത്ത് ബിസിനസ് അല്ല നടക്കേണ്ടത്, അവിടെ പ്രാർത്ഥനയാണ് നടക്കേണ്ടത്. പക്ഷെ യേശു വന്ന് നോക്കിയപ്പോൾ യേശുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല, തീരെ രസിച്ചില്ല. കാരണം അതിനകത്ത് നടക്കുന്നത് മുൻപിൽ എഴുതി വെച്ചിരിക്കുന്നു യെരൂശലേം പ്രാർത്ഥനാലയമെന്ന്. യെരൂശലേമിന്റെ മനോഹരതയാണ് പ്രാർത്ഥനാലയം. ഒരു ദേശത്തിന്റെ വിളക്കാണ് പ്രാർത്ഥനാലയം. ഒരു ദേശത്തിന്റെ രക്ഷയാണ് പ്രാർത്ഥനാലയം. പക്ഷേ ആ പ്രാർത്ഥനാ സ്ഥലത്ത് ദൈവത്തിന് ഇറങ്ങി വരാൻ കഴിയാതെ ഇവിടെ ബിസിനസ് നടക്കുക. ഹല്ലേലൂയ. ഇനി നിങ്ങൾ നോക്കണം, യേശു പറഞ്ഞല്ലോ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറയുന്ന ചില ഭാഗങ്ങളെ കാണാൻ സാധിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യം, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വസിക്കുമാറാക്കും. അവിടെ ആലയത്തിനകത്ത് നടക്കുന്ന പ്രവൃത്തികളും നടപ്പും ശരിയല്ല. അതുകൊണ്ട് എന്ത് വരുന്നില്ല? ദൈവം വരുന്നില്ല. പക്ഷേ അതിന്റെ 2-ാം വാക്യം, നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ വാതിൽ കൂടെ കടക്കുന്നവരായ എല്ലാ യഹൂദന്മാരെയും യഹോവ അരുളപ്പാട് കേൾപ്പിൻ എന്ന് വചനം വിളിച്ചു പറയുക. കണ്ടോ? അവിടെ ആലയത്തിനകത്ത് ജനം വരുന്നുണ്ട്, പക്ഷെ അവിടെ നടപ്പും പ്രവർത്തികളും ശരിയല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, അതിന്റെ 4-ാം വാക്യം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. കേട്ടോ, ഇവരുടെ നടപ്പും പ്രവൃത്തിയും ശരിയാകാതെ ആലയത്തിനകത്ത് വന്ന് പ്രാർത്ഥന, എന്റെ ആലയത്തിലെ പ്രാർത്ഥന, ഞാൻ ഉപവാസത്തിന് പോകുന്നു, ഞാൻ ആരാധനയ്ക്ക് പോകുന്നു, ഞാൻ കാത്തിരിപ്പ് യോഗത്തിന് പോകുന്നു എന്ന് പറയുന്ന വാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ആദ്യം ആവശ്യം അവന്റെ നടപ്പും പ്രവൃത്തിയും നന്നാക്കിയിട്ട് വേണം ആലയത്തിനകത്ത് പ്രാർത്ഥിക്കേണ്ടത്. ശ്രദ്ധിക്കണമേ. ഇനി അതിന്റെ 5-ാം വാക്യം നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ, നിങ്ങൾ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ. അപ്പോൾ ഈ ആലയത്തിനകത്ത് നടപ്പും ശരിയില്ല, പ്രവൃത്തിയും ശരിയല്ല. ഇപ്പോഴെന്തില്ല? ന്യായമായത് അതിനകത്ത് നടക്കുന്നില്ല. ന്യായവും നീതിയും അതിനകത്തില്ല. ഇനി 5-ാം വാക്യം നിങ്ങൾ വായിക്കും. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ, നിങ്ങൾ തമ്മിൽ ന്യായം നടത്തുന്നു എങ്കിൽ, പരദേശിയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്തവന്റെ രക്തം ഈ സ്ഥലത്ത് ചിഹ്നിക്കാതെയും നിങ്ങൾ ആപത്തിനായി അന്യദേവന്മാരുടെ ചെന്ന് ചേരാതെ ഇരിക്കുന്നു എങ്കിൽ. കണ്ടോ, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുക. 2, ന്യായം ആലയത്തിനകത്ത് ഉണ്ടാകുക. ന്യായം, ചെറിയവനെന്നോ വലിയവനെന്നോ
വ്യത്യാസമില്ല. എവിടെയാണോ ദൈവത്തിന്റെ ന്യായമുള്ളത് ആ ന്യായം നമുക്കുണ്ടായിരിക്കണം. ഇനി തമ്മിൽ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ, സഭയ്ക്കകത്ത് തമ്മിൽ തമ്മിൽ ന്യായമില്ല, തമ്മിൽ ഒരുമയില്ല, ഐക്യതയില്ല, എന്നിട്ടാണ് മന്ദിരം എന്ന് പറഞ്ഞ് ദേവാലയത്തെ ആശ്രയിച്ചുകൊണ്ട്, ആ വാക്കുകളിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധി നമ്മൾ ചെന്നിരിക്കുന്നത്. ഇനി നോക്കണം, അതിനകത്ത് വരുന്ന പരദേശിയുണ്ട്, അനാഥനുണ്ട്, വിധവയുണ്ട്. ഇവരെ എന്ത് ചെയ്യരുത്? പീഡിപ്പിക്കാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, മാനസികമായി തകർത്തിട്ട് ആലയത്തിനകത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇനി നിങ്ങളുടെ ആപത്തിനായി അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ, അപ്പോൾ ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുവാൻ ആലയത്തിനകത്ത് വരുന്നുവെങ്കിലും ഇവർ അന്യദേവന്മാരുടെ അടുക്കൽ പോവുകയാണ്. എന്നുവെച്ചാൽ മനസ്സിലാകുന്നുണ്ടോ? അന്യദേവന്മാർ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായ നമ്മളൊന്നും അന്യദേവന്മാരുടെ അടുക്കൽ പോലും. കഴിഞ്ഞ ദിവസം ഒരു ആന്റി എന്നോട് പറഞ്ഞൊരു വാക്ക്, അവർക്ക് അന്യ ഭാഷയുണ്ട്, അവർ ഭയങ്കര പ്രാർത്ഥനക്കാരി, ഒരു ആരാധന പോലും മുടക്കിയില്ല. ആരണ്ടോ പറഞ്ഞു, അവരുടെ വീട്ടിനടുക്കലുള്ള ആരണ്ടോ ഒക്കെ പറഞ്ഞു പോലും, നിങ്ങളുടെ രോഗം മാറാൻ ഞങ്ങളുടെ അമ്പലത്തിനകത്ത് ഒരു ചെറിയ വഴിപാട് കൊടുത്താൽ മതി, ചെറിയൊരു വഴിപാട് കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യണ്ട, ഒരു ചെറിയ, നിനക്ക് പകരം ഞാൻ കൊടുക്കാം. ആ സമയത്ത് തന്നെ നിനക്ക് ഒരു 5 ആഴ്ച അങ്ങനെ ചെയ്യുമ്പോൾ 6ാമത്തെ ആഴ്ച നിനക്ക് വിടുതലുണ്ടാകും. ഈ ആന്റി സൈലന്റ് ആയിരുന്നു. കാരണം അവരുടെ ഉള്ളിനകത്ത് അത് പ്രസാദമായി. ശരിയാണ്, ഞാനൊന്നും കൊടുക്കേണ്ട, എനിക്ക് പകരം അവർ ചെയ്തു. പലരും അങ്ങനെയാണ്. അന്യദേവനെ എന്ന് വെച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിടുതൽ കിട്ടുന്നില്ല, ഞാൻ ഇത്രയും ഉപവസിച്ചിട്ട് നിലവിളിച്ചിട്ട് വിടുതൽ കിട്ടുന്നില്ല, പിന്നെ ഞാൻ പോകുന്നില്ലല്ലോ, ഞാൻ കൊടുക്കുന്നില്ലല്ലോ, എനിക്ക് പകരം ആരോ ചെയ്യുന്നു, ഞാനുമായി എന്താ ബന്ധം? അപ്പോൾ അതിന്റെ അർത്ഥം, മനസ്സുകൊണ്ട് ഞാൻ അന്യദേവനെ സേവിച്ചു കഴിഞ്ഞിരിക്കുക. ഈ പ്രഭാതത്തിൽ ഇതുപോലെ ആരെങ്കിലും ജീവിതത്തിൽ അന്യദേവനെ സേവിക്കുവാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവരുണ്ടോ? ചിലയിടത്തൊക്കെ അറിയാം, ഈ ദേവീദേവന്മാർക്ക് പ്രസാദം കൊടുത്ത് അതിൽ നിന്നും കൊണ്ടുവരുന്ന സാധനം, സ്തോത്രം പറഞ്ഞ് ഭക്ഷിക്കാൻ പൗലൂസ് പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് കഴിക്കാം. ആരാ? പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുടെ ഇടയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഈ ഒരു തലമുറയിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ യിരെമ്യാ പ്രവാചകനിൽ കൂടെ വളരെ വ്യക്തമായി അവിടെ വിളിച്ചു പറയുന്നത്. അപ്പോൾ 6ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗം ഇങ്ങനെയാണ്: അന്യദേവന്മാരുടെ ചെന്ന് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത്, ഈ സ്ഥലത്ത് തന്നെ നിങ്ങൾ ഇന്നും എന്നേക്കും വസിക്കുമാറാകട്ടെ. അടുത്ത വാക്യം: നിങ്ങൾ പ്രയോജനമില്ലാത്ത വാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും വ്യഭിചാരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാർ ചെന്ന് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴാരാ? ഈ പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ, ഈ ആലയത്തിൽ വരുന്നവർ ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്താണ്? ഒരിക്കൽ കൂടി വായിക്കുന്നു, 8ാം വാക്യം: നിങ്ങൾ പ്രയോജനമില്ലാത്ത വാക്കുകളിൽ ആശ്രയിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവഹിതമില്ലാത്ത വാക്കുകളിൽ ആശ്രയിക്കുന്നു. ആരണ്ടോ എന്തോ പറഞ്ഞു, അതിൽ ആശ്രയിക്കും. ഒരു വൈദ്യശാസ്ത്രം ഇങ്ങനെ പറയുന്നു, അതിൽ ആശ്രയിക്കുന്നു. നമ്മുടെ ബോസ് പറഞ്ഞു, അങ്ങനെയാണ്, അതിൽ ആശ്രയിക്കുന്നു. ആരാണ്ടോ പറഞ്ഞു, ഇന്ന ഡോക്ടർ അടുക്കൽ പോയാൽ നിനക്ക് വിടുതലുണ്ട്, ആശ്രയിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ആശ്രയം ദൈവമാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നമ്മൾ മറ്റുള്ളവരെ വ്യർത്ഥ വാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. ഇനി നോക്കുക, നിങ്ങൾ മോഷ്ടിക്കുകയും, എന്താണ് മോഷണം?
ഇതെല്ലാം ആലയത്തിനകത്ത് വരുന്നവരുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ അവരെന്ത് ചെയ്യുന്നു? സ്തോത്രം പറയുന്നു, ഹല്ലേലൂയ പറയുന്നു, അന്യഭാഷ പറയുന്നു, എല്ലാം ചെയ്യുന്നു. മോഷ്ടിക്കുന്നു, കൊല ചെയ്യുന്നു. സഹോദരനെ സ്നേഹിക്കാത്തവൻ കൊലപാതകൻ. ഈ ചർച്ചിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത് വ്യഭിചരിക്കുകയും. എന്താ വ്യഭിചാരം? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കാമശക്തി കൊണ്ട് നോക്കുന്നവൻ അല്ലെങ്കിൽ നോക്കുന്നവളെല്ലാം അവൾ വിചാരം ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ ആലയത്തിനകത്ത് ഇതെല്ലാം നടക്കണം. ഇനി അടുത്ത് പറയുന്നു, സത്യം ചെയ്യുകയും. കള്ളസത്യം, ഏത് കാര്യത്തിനും കള്ളം പറയുക. ഭർത്താവിന്റെ മുമ്പിൽ കള്ളം പറയുക, ഭാര്യയുടെ മുമ്പിൽ കള്ളം പറയുക, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കള്ളം പറയുക, ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ കള്ളം പറയുക. ഒരു ലോൺ എടുക്കാൻ പോയി, ഫ്രീ ലോണാണ്, ചർച്ചിലല്ല, ഞാനൊരു പൈതലല്ല എന്ന് തെളിയിക്കണം. വില്ലേജ് ഓഫീസർ ചോദിക്കും, നീ വള്ളിയിൽ പോകുന്നതല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ കല്ല് വെച്ച കള്ളം പറയും, അയ്യോ ഞാൻ അങ്ങനെ പോകുന്നില്ല. കള്ളസത്യം. എന്തിനു വേണ്ടി? ഒരു ജോലിയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി, ഒരു വീടിന് വേണ്ടി, 10,000 രൂപയുടെ മെയിൻ്റനൻസിന് വേണ്ടി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ നമ്മുടെ ആലയത്തിനകത്ത് കിടക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം എങ്ങനെ കേൾക്കും? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ആലയം വൃത്തിയാക്കാതെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. ഇനി നിങ്ങൾ നോക്കുക, ബാലിന് ധൂപം കാട്ടുകയും. എന്താണ് ബാല്? അന്യ ദേവന്മാർ, ദേവിമാർ. നമ്മൾ അവരുടെ മുമ്പിൽ ചെന്ന് മെഴുകുതിരി കൊളുത്തുന്നില്ല, സാമ്പ്രാണിത്തിന് വെക്കുന്നില്ല. നമ്മുടെ മനസ്സിനകത്ത് അതിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പം വന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും നാളായി പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് അവൾക്ക് എത്രയും കഴിഞ്ഞ ആഴ്ച അവിടെ പോയി നേർച്ച കിട്ടും, പെട്ടെന്ന് അവൾക്ക് ഇത് കിട്ടി, അവളുടെ കൊച്ചിന് അഡ്മിഷൻ കിട്ടി, അവളുടെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് ബാലിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അത് ധൂപം കാട്ടിയത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഇനി ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയുകയാണ്. ഒടുവിൽ അതിൻ്റെ 11-ാം വാക്യം, എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്ക് അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവ അരുളപ്പാട്. എന്നാൽ ആദിയിൽ എന്റെ നാമം വിളിച്ചിരിക്കുന്ന ശീലോവിൽ ഉള്ള എന്റെ വാസസ്ഥലത്തെ നിങ്ങൾ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്ത് നോക്കുവിൻ. കണ്ടോ, എന്താണ് ശീലോഹോം എന്ന് ശീലോം എന്ന് പറയുന്നത്? ശീലോം എന്ന് പറയുന്നത് കനാൻ നാട്ടിൽ വെച്ച് സമഗമന കൂടാരം പണിത സ്ഥലമാണ്. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ജനം ആരാധിപ്പാൻ ഓടിയെത്തിയ സ്ഥലമാണ്. യെരുശലേമിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഈ സ്ഥലത്ത് ദൈവം പിന്നീട് ഒരിക്കലും അതിനെ പണിഞ്ഞില്ല. പലരും പണിയാൻ ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. കാരണം ദൈവം ഒരാലയത്തെ പൊളിച്ചാൽ പിന്നെ പ്രവാചകന്മാർക്കോ പുരോഹിതന്മാർക്കോ ദൈവദാസന്മാർക്കോ പണത്തിനോ ഒന്നിനും അതിനെ പണിയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, നമ്മുടെ ആലയം എങ്ങനെയുള്ളതാണ്? ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആലയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആലയത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. യേശു ആട്, പ്രാവ്, കാള, പൊൻവാണിപ്പക്കാർ, നാണ്യം തൂക്കി കൊടുക്കുന്നവർ, ഇതെല്ലാം ആലയത്തിനകത്തും. ഇനി ഈ ആലയം പുതിയ നിയമത്തിൽ ഏതാണ്? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുതിയ നിയമ വിശ്വാസിയായ എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തിനകത്ത് എന്താണ് ഇരിക്കേണ്ടത്? ദൈവമാണ് ഇരിക്കേണ്ടത്. ഇത് പ്രാർത്ഥനാ സ്ഥലമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, എന്താണ് പറയുന്നത്? സഹോദരന്മാരെ, ഞാൻ മനസ്സൊരു ഓർമ്മിപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്,
നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ആലയമാണ്. ഈ ആലയത്തിനകത്ത് ദൈവഹിതമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ദേവാലയമെന്നല്ല, യേശുവും ഇരമ്യാവും പറഞ്ഞതുപോലെ കള്ളന്മാരുടെ ഗുഹയാക്കി എൻ്റെ ഹൃദയം തീർന്നിരിക്കുക, എൻ്റെ ശരീരം തീർന്നിരിക്കുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ പോകുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന, പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത്, ഈ ആലയത്തിനകത്ത് പ്രാവും ആടും കാളയും ബിസിനസ്സുകാരും പൊൻവാണിഭക്കാരും പെൺവാണിഭക്കാരും എന്ന് വേണ്ട സകലതും ഇതിനകത്ത് നിറഞ്ഞിരിക്കുക. എന്നിട്ടാണ് 40 ദിവസം നമ്മൾ ഉപവസിക്കുന്നത്, എന്നിട്ടാണ് 21 ദിവസം ഉപവസിക്കുന്നത്, എന്നിട്ടാണ് 7 ദിവസം ഉപവസിക്കുന്നത്, എന്നിട്ടാണ് പ്രഭാത പ്രാർത്ഥന നടത്തുന്നത്, എന്നിട്ടാണ് ഉച്ചയ്ക്കുള്ള പ്രാർത്ഥന നടത്തുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ചു, ദൈവം എനിക്ക് മറുപടി തരുന്നില്ല. മറുപടി തരാത്തതിന് കാരണം എന്ത്? ആലയം ശരിയല്ല. ആലയം ക്ലിയർ ആകാത്ത ഒരുത്തന്റെ, ഒരു വ്യക്തിയുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. ആമേൻ. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന്റെ ആലയമായി അല്ലെങ്കിൽ യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കാതെ ഒരു സ്തോത്രം പറയരുത്. കാരണം ദൈവം എന്ന് വിളിക്കുമ്പോൾ, ഒരു സ്തോത്രം പറയുമ്പോൾ, ജയവീരനെ പോലെ ഇറങ്ങി വരുന്ന ഒരു ദൈവം, ആ ജയവീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആലയം എത്ര വിശുദ്ധമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, ഞാൻ നിന്റെ ജനത്തിന്റെ ഇടയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് നീ മുകളിൽ കയറി വരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ എൻ്റെ ജീവിതമാകുന്ന ആലയം ശുദ്ധമായിരിക്കണം. ഈ ആലയത്തിൽ ശുദ്ധമാണെങ്കിൽ, മത്തായി സുവിശേഷം പറഞ്ഞതുപോലെ, യേശു ചമ്മട്ടി കൊണ്ട് സകലതിനെയും പുറത്താക്കി. കുരുടന്മാർ വന്നു, മുടന്തന്മാർ വന്നു, അവർ സൗഖ്യം പ്രാപിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? കുരുടൻ ഇന്നലകളിൽ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടാതെ, കാണാൻ കഴിയാതെ കിടക്കുന്ന അനേക വിഷയങ്ങളുടെ നിലവിൽ പരിശുദ്ധാത്മാവ് ഒരു മറുപടി തരാൻ പോവുകയാണ്. എന്താണ് മുടന്ത്? പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത വിഷയങ്ങൾ ദൈവം നടത്തി തരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ആലയം ശുദ്ധമാക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് ആലോചന തരികയാണ്. ഇതിനകത്ത് കിടക്കുന്ന വ്യഭിചാരം, ഇതിനകത്ത് കിടക്കുന്ന കള്ളസത്യം, ഇതിനകത്ത് കിടക്കുന്ന ബിസിനസ് നോക്കണം. ആലയത്തിനകത്ത് നടക്കുന്ന ബിസിനസ് നോക്കണം. ദൈവപുരുഷന്മാരെ, നിങ്ങൾ കേൾക്കണം. നമ്മുടെ സഭകൾ രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ മിനിസ്ട്രി അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ വീട് നന്നാകണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ആലയം ശുദ്ധമാക്കാതെ പ്രാർത്ഥന ക്രമീകരിക്കരുത്. ആലയം എന്ന് പറയുന്നത് മണ്ണിലുണ്ടാക്കുന്ന, സിമന്റിലുണ്ടാക്കുന്ന, ഹോളോബ്രിക്സിലുണ്ടാക്കുന്ന കോൺക്രീറ്റ് മന്ദിരത്തെ കുറിച്ചല്ല പുതിയ നിയമത്തിൽ പറയുന്നത്. പുതിയ നിയമത്തിൽ പറയുന്നത് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ നിവാസമാണ്, ദൈവത്തിന്റെ കൂടാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കൂടാരം പൊളിയുന്നത് വരെയും കൂടാരം അതിപരിശുദ്ധമായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ ദൈവം ആ പ്രാർത്ഥനകൾക്ക് മറുപടി തരികയുള്ളൂ. നിങ്ങൾ നോക്കുക, വ്യർത്ഥ വാക്കുകളിൽ ആശ്രയിച്ച്, മനുഷ്യന്റെ വാക്കുകളിൽ ആശ്രയിച്ച്, പ്രവാചകന്മാരുടെ വാക്കുകളിൽ ആശ്രയിച്ച്, ഇപ്പോൾ നോക്കണം, ഒന്ന് നമ്മൾ ശരിയായില്ലെങ്കിലും, നമ്മുടെ മന്ദിരം ശരിയായില്ല എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥനക്കാർ ഇഷ്ടം പോലെയുണ്ട്. എന്ന് വെച്ചാൽ യായിറോസിന്റെ വീട്ടിനകത്ത് യേശു വന്നപ്പോൾ കുഴലൂത്തുകാർ, എന്തിനാണ് കുഴലൂത്തുകാർ? അന്ന് മരിച്ച വീടുകളിൽ ദുഃഖ സാന്ദ്രമാക്കി തീർക്കുവാൻ വാടകയ്ക്ക് വിളിച്ചിരുത്തിയിരിക്കുന്ന ആളുകൾ. അത് പ്രത്യേക ഈണത്തിൽ അവർ പാടിവിടും. അവർ ദുഃഖം കൊണ്ടല്ല, അവർ നോക്കുന്നത് പൈസ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതുപോലെയാണ് പ്രാർത്ഥനക്കാർ എവിടെയായിരുന്നാലും കൊണ്ട് ഒറ്റ ഫോൺ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ
മദ്യരാക്ഷസന്മാർ ഒന്ന് ഫോൺ വിളിച്ചാലും പ്രാർത്ഥിക്കാൻ ആളുണ്ട്. വ്യഭിചാരി വിളിച്ച് പ്രാർത്ഥിച്ച് അവന്റെ കേസിന് വേണ്ടി പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രാർത്ഥന ഗ്രൂപ്പ് ഈ അന്ത്യകാലത്ത് ഇറങ്ങിയിരിക്കുക. എന്തിനെന്നറിയണ്ടേ? അത് വാടകക്കാരാണ്. എന്നാൽ ദൈവം പറയുന്നു, വാടകക്കാരുടെ ഇടയിലല്ല നിന്റെ വിഷയം പറയേണ്ടത്. നിന്റെ ആലയം എന്ന് വെച്ചാൽ സ്വന്തം ശരീരം വിശുദ്ധമാക്കിയ ഞാൻ അതിനകത്ത് വസിക്കാം. ആ വസിക്കുന്നവനെ ചേർക്കാൻ വേണ്ടിയാണ് യേശു രണ്ടാമതായി കടന്നു വരാൻ പോകുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവദാസനെ, എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, ഇന്ന് പകൽക്കാലം ഈ ദൂത് നിങ്ങൾ മറക്കരുത്. ആത്മാവിൽ ഞാൻ നിങ്ങളോട് കൊണ്ട് ഒരു ദൂത് വിളിച്ചു പറയുകയാണ്. അകം വിശുദ്ധമാകാതെ, പ്രാർത്ഥനാലയം വിശുദ്ധമാകാതെ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ആരാധിച്ചാലും, എത്ര അന്യഭാഷ പറഞ്ഞാലും, എത്ര ശുശ്രൂഷിച്ചാലും മറുപടി തരുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. നോക്കുക, കൊരിന്ത്യർ ലേഖനം 3-ാമധ്യായം പറഞ്ഞ പോലെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയമാണോ, കള്ളന്മാരുടെ ഗുഹയാണോ? കള്ളന്മാരുടെ ഗുഹയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ദൈവഹിതമില്ലാതെ, ദൈവത്തിന് എന്റെ ഉള്ളിൽ വസിക്കാൻ കഴിയാതിരിക്കുന്ന സകല രഹസ്യവും പരസ്യവുമായ പാപങ്ങളെ പുറത്താക്കുക. യേശു ചെയ്തതുപോലെ വചനമാകുന്ന ചമ്മട്ടി കൊണ്ട് അടിച്ച് അതിനെ പുറത്താക്കുക. ഹല്ലേലൂയ. നിങ്ങൾ വ്യാജ വാക്കുകൾ ആശ്രയിക്കരുത്. വ്യാജ പ്രവചനത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങളുടെ മന്ദിരം വിശുദ്ധമാക്കിയാൽ മാത്രമേ കാഹള ധ്വനി കേൾക്കുമ്പോൾ ഞാൻ ഈ മണ്ണ് വിട്ട് വിണ്ണിലേക്ക് ഉയരണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരം വിശുദ്ധമായാൽ യേശു നമ്മുടെ ആലയത്തിനകത്ത് വരും. യേശു വന്നു കഴിഞ്ഞാൽ ചില നടക്കാത്ത ചില വിഷയങ്ങൾ നടക്കും. ഇതുവരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് ദൈവം നടത്തിത്തരും. നമ്മളെ നടത്തുന്നത് ഞാനായിരിക്കില്ല, എൻ്റെ ആഗ്രഹമായിരിക്കില്ല, ദൈവ ഇഷ്ടം എന്നിൽ നിറവേറാൻ തുടങ്ങും. ഇനി മൂന്നാമത്തെ കാര്യം, ഞാനും യേശുവുമായുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദാണ്ടെ ഒരു കാഹള ശബ്ദം കേൾക്കും. മരിച്ചവർ ഇവിടെ നിന്ന് അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ഒരു പക്ഷേ ജീവനോടെ ശേഷിക്കുവാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ ഒരു പുനരുത്ഥാന ശരീരം പ്രാപിച്ച് ഞാൻ നിത്യതയിലേക്ക് മടങ്ങുവാനിടയാകും. അതെ, ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ആലയം ശുദ്ധമാണോ? നോക്കണം പ്രിയമുള്ളവരെ, എന്തെല്ലാം സഭകൾക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഹല്ലേലൂയ, പ്രസ്ഥാനങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ, ഇതൊന്നും കണ്ട് നിങ്ങൾ അതിനോട്ട് വ്യാജ വാക്കുകൾ നിങ്ങൾ ആശ്രയിക്കരുത്. ഹല്ലേലൂയ. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം, വളരെ ആത്മീയമായി നിൽക്കുന്നവർ പോലും അവരുടെ ശരീരമാകുന്ന ആലയത്തിനകത്ത് പല ബിസിനസ് നടത്തുകയാണ്. സുവിശേഷം പ്രസംഗിക്കും, പ്രവചിക്കും, അന്യഭാഷയൊക്കെ പറയും. അത് സ്റ്റേജിൽ നിന്ന് മാത്രമാണ്. പുറത്തിറങ്ങുമ്പോൾ അവിടെ ബോഡി കള്ളന്മാരുടെ ഗുഹയാക്കി കൊടുക്കുകയാണ്. അരുതേ, അരുത് ദൈവദാസനെ, അരുത്. ഈ ആലയം വിശുദ്ധമായി സൂക്ഷിക്കണം. ഇത് ദൈവം നമുക്ക് തന്ന ആലയമാണ്. ഹല്ലേലൂയ. ശീലോവിനെ പോലെ ദൈവം പൊളിച്ചു മാറ്റിയ, ദൈവം നമ്മെ തള്ളിക്കളഞ്ഞാൽ ഇത് പിന്നെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുവാൻ കഴിയില്ല. ഇന്ന് ജാതികൾക്ക് എന്നെ അവരുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് ഒരു പ്രാർത്ഥനാലയമാക്കിയ. ഞാൻ പ്രാർത്ഥിച്ചാൽ ജാതികൾ രക്ഷിക്കപ്പെടും. ഞാൻ പ്രാർത്ഥിച്ചാൽ ജാതികളുടെ രോഗങ്ങൾ മാറും. ഞാൻ പ്രാർത്ഥിച്ചാൽ ചില കെട്ടുകൾ അഴിയാം. ഞാൻ പ്രാർത്ഥിച്ചാൽ അന്ധകാര കെട്ടുകളെ പൊട്ടിക്കാൻ ദൈവം എൻ്റെ മേലൊരു അധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നതിന്റെ അർത്ഥം വിളക്ക് കത്തിച്ച് ആരും പറയെങ്കിൽ വെക്കുകയില്ല. തണ്ടിന്മേൽ വെക്കുന്നത് എന്താണ്? പ്രകാശം ദേശത്ത് പരത്തുവാൻ വേണ്ടിയാണ്. ദൈവദാസയെ, കുഞ്ഞേ, മാതാവേ, ദൈവം നിങ്ങളൊരു പ്രാർത്ഥന ആലയമാക്കിയിരിക്കുന്നത് ജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്, ദേശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ദൈവസഭകളിൽ കടന്നു വരുന്നവരുടെ വിടുതലിന് വേണ്ടിയാണ് നിങ്ങളൊരു പ്രാർത്ഥനാലയമാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാകും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ക്യാൻസർ മാറും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രശ്നങ്ങൾ മാറും. എല്ലാറ്റിനുപരിയായി പിശാചിന്റെ അടിസ്ഥാനത്തിൽ ഇളക്കുവാൻ നിങ്ങളുടെ വിശുദ്ധമായ ആലയത്തിൽ വരുന്ന പ്രാർത്ഥനയ്ക്ക് കഴിയും. ഒരു സമയങ്ങളിൽ യെരൂശലേം ദേവാലയത്തിൽ വരുന്ന പ്രാർത്ഥനയുടെ സ്വരം, യാഗത്തിന്റെ സ്വരം, യാഗത്തിന്റെ സാന്നിധ്യം,
ആ ദേശം മുഴുവനും പ്രകാശപൂരിതമാക്കി തീർക്കുവാനിടയായി. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അത് പൊളിക്കരുത്, ശീലോവിനെ പോലെ ആക്കരുത്. എന്നെയും നിങ്ങളെ ശീലോവിനെ പോലെ ആക്കിയാൽ എത്രയോ വിശുദ്ധന്മാർ, എത്രയോ ദൈവദാസന്മാർ ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കിയപ്പോൾ, ദൈവത്തിന്റെ ആലയത്തെ മറികടന്ന് അവരുടെ പ്രവർത്തികൾ ചെയ്തപ്പോൾ ശീലോവിനെ പോലെ ആക്കി വെച്ചിരിക്കുന്നില്ലയോ? എത്ര വർഷം കൊണ്ട് അവർ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കരയുന്നു, തിരിച്ചു കയറി വരുവാൻ കഴിയാതിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ആത്മാവ് ബുദ്ധിപദേശിക്കുകയാണ്. ശീലോവിനെ പോലെ നമ്മളെ ദൈവം തള്ളിക്കളയരുത്. നമുക്ക് തിരിച്ചു വരണം. നമുക്ക് ദൈവത്തോട് പറയണം, കർത്താവേ, എന്റെ ഹൃദയത്തിനകത്ത് കള്ളസത്യമുണ്ട് കർത്താവേ, വിചാരമുണ്ട് കർത്താവേ, ദൈവഹിതമില്ലാത്തത് പലതും എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം ദൈവത്തിന് ഹിതമില്ലാതെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്നെ കണ്ടാൽ എല്ലാവരും ഒരു ദൈവ പൈതൽ എന്ന് വിളിക്കുന്നു, നാട്ടുകാരെല്ലാം പ്രാർത്ഥിക്കുന്നവൻ എന്ന് പറയുന്നു. പക്ഷെ എൻ്റെ പ്രാർത്ഥനയിൽ മറുപടി കിട്ടുന്നില്ല. എൻ്റെ ബോസുകൾ, എൻ്റെ ഓഫീസുകളിലെ സ്റ്റാഫുകൾ, എൻ്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം സാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല. കാരണം എന്താണ്? ആലയം അശുദ്ധമായിരിക്കുന്നു. അതെ, ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ആലയം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം വിശുദ്ധമായി നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം ഈ ശുശ്രൂഷകളിൽ കൂടെ, ഈ സന്ദേശത്തിൽ കൂടെ ദൈവം നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷ ചെയ്യാം. ഒരു വ്യക്തിയെങ്കിലും ഒരു പക്ഷേ ഈ വചനം കേട്ട് ഈ തങ്ങളുടെ ആലയത്തെ ഒരു പാപത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞാൽ യേശുവിന്റെ സ്നേഹത്തിലേക്ക് അവർ ഒരിക്കൽ കൂടി അടുക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഈ വചന ശുശ്രൂഷ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നതിനോർത്ത് സ്തോത്രം കർത്താവേ. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ആലയം എങ്ങനെ കിടക്കുന്നു എന്ന് പലപ്പോഴും നോക്കാറില്ല. പലപ്പോഴും കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്ന ആലയത്തിനകത്ത് പ്രാർത്ഥനകൾ നടക്കുന്നു. ദൈവഹിതമില്ലാത്ത പല ബന്ധങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഹൃദയത്തിനകത്ത് കുത്തി നിറച്ചുകൊണ്ട് സ്തോത്രവും ഹല്ലേലൂയ അന്യഭാഷയും പറഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രശംസിച്ച് കടന്നു പോകുന്നവരാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ശീലോവിനെ പോലെ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തെ, പ്രാർത്ഥനാ സ്ഥലത്തെ, അല്ലെങ്കിൽ ഈ ജീവിതത്തെ പൊളിച്ചു കളയുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ക്രൂശിന്റെ തണലിൽ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലേക്ക് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ വരികയാണ്. ജീവിതത്തിനകത്ത് നിരാശ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത അനേക വിഷയങ്ങളായിരിക്കുന്നവർ എൻ്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. കർത്താവേ, അതിന് എന്താണ് തടസ്സമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി വചനത്തിൽ കൂടെ വിവേചിക്കുവാനിടയായി. ഈ വചനം കേട്ടിട്ട് കർത്താവേ, തങ്ങളുടെ ആലയത്തെ ശുദ്ധമാക്കുവാൻ, തങ്ങളുടെ ശരീരത്തെ ശുദ്ധമാക്കുവാൻ സ്വർഗം ഞങ്ങൾ ഒരുമിച്ചൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറയ്ക്കണം, സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധീകരണം ഏറ്റവും വലുതാണ്. നമ്മുടെ ശരീരം വിശുദ്ധമായാൽ, ഹൃദയം ശുദ്ധമായാൽ യേശു നമ്മിൽ വസിക്കും. യേശു നമ്മിൽ വസിച്ചാൽ, ഒന്ന്, നാം പോകുന്നിടത്ത് ദൈവപ്രവർത്തികൾ നടക്കും. രണ്ട്, കാഹളം ധനിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ചേർക്കപ്പെടുവാനിടയാകും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാം. ദൈവത്തിന്റെ കൃപ കൂടി ഇരിക്കട്ടെ.